ഉണ്ട് ബിനിക്കുട്ടനാണ്. ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ക്ലാസ്സിന് പോയപ്പം ഇതിലെ ഡ്രൈവർമാരുടെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങളന്ന് പറഞ്ഞു. ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കാലാവസ്ഥ മോശമാണ്, ഓട്ടം കുറവാണ്, പിന്നെ എല്ലാ അസുഖങ്ങളാണ്, പനിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ ആ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് ചോദിച്ചു, തമാശയ്ക്ക് ചോദിച്ചാണെന്നും പറഞ്ഞു, നിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഈ ഡ്രൈവർ മേഖലയിലോട്ട് വരാൻ, നിനക്കൊക്കെ വേറെ പണിക്ക് വല്ലതും പൊക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് തിരിച്ച് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ചോദ്യമായിരുന്നു, സാറേ ഞങ്ങൾ ഡ്രൈവർമാർ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരല്ല, ഈ ടാക്സി ഡ്രൈവർമാർ ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ട്രാഫിക് പോലീസായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഒക്കെ വന്നത്. ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം വരുന്നില്ല. ഇത്രയും നിയമങ്ങളും വരുന്നില്ല, ഇത്രയും സാമ്പത്തികം സർക്കാരിലേക്ക് വരുന്നില്ല. ശരിയല്ലേ? ആൾക്കാർ ആഗ്രഹിച്ചിട്ടാണ് ഈ ഡ്രൈവർ മേഖലയിൽ വന്നത്. അതായത് അവൻ്റെ കുടുംബം പോറ്റാൻ, അവൻ്റെ കുടുംബം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായാലും, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടാനായാലും, വീട് വെക്കാനായാലും, കല്യാണം കഴിക്കാനായാലും ശരി, അവൻ ഈ മേഖലയിലേക്ക് വന്നത് അവനും കുറേ സ്വപ്നങ്ങൾ കണ്ടവനാണ്. പിന്നെ കൃത്യമായിട്ട് വരുമാനം ഡ്രൈവർമാർക്കില്ല. എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം, പക്ഷേ കൃത്യമായിട്ട് വരുമാനമില്ല. ഈ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷക്കാർ ഒരു വർഷത്തിലേക്ക് വണ്ടി ടെസ്റ്റ് ചെയ്തൊക്കെ ഇറക്കുമ്പോൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട കൃത്യമായിട്ടുള്ള പൈസ എല്ലാം അടയ്ക്കണം, എന്നാലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റിംഗ് ഫീസ്, ഇൻഷുറൻസ്, ടാക്സ്, പെർമിറ്റ്, പൊല്യൂഷൻ മീറ്റർ, വണ്ടിയുടെ മീറ്റർ, വണ്ടി അപ്പോൾസി വൃത്തിയാക്കണം, പെയിൻറ്റിങ് വൃത്തിയാക്കണം, പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം, മെക്കാനിക്കൽ പണി ഉണ്ടെങ്കിൽ അതെല്ലാം പണണം. ഇത്രയും പൈസയും കളഞ്ഞിട്ടാണ് അവൻ വർഷത്തിൽ പൈസ എല്ലാം ചിലവാക്കിയിട്ടാണ് വർഷത്തേക്ക് വണ്ടി ടെസ്റ്റ് എടുത്ത് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ അവൻ എത്ര ദിവസം വണ്ടി ഓടി എന്നുള്ളത് ആരും തിരക്കാറില്ല. അവൻ ചിലപ്പം ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട്, ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു മാസം വണ്ടി ഓടത്തില്ല. പിന്നെ ഈ ഓരോ വർഷം മാറി മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറി വരുന്ന പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, പനി, അലർജി പ്രശ്നങ്ങൾ, നടുവേദന, നട്ടൽ വേദന, കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ, അവൻ്റെ വീട്ടിലാർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ അവൻ പോകുന്നത്. ഇതൊന്നും ആരും അറിയേണ്ട ആവശ്യകതയില്ല, ആരും തിരക്കത്തുമില്ല. ഒരു ഡ്രൈവറുടെ ജീവിതമാണ്, ആരും തിരക്കത്തില്ല. കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ട്രാഫിക് പോലീസ് ആയാലും, മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഷുറൻസ് കമ്പനി, അതിൻ്റെ ക്ഷേമനിധി, പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഏതായാലും അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പനി വന്ന ഒരു 10 ദിവസം ലീവ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മാസം ലീവ് എടുക്കണമെന്നോ ലീവ് കിട്ടും. ആ ലീവിന് ശമ്പളവും കിട്ടും. ഡ്രൈവർമാർക്കതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഡ്രൈവർമാർ വണ്ടി ഓടിയോ വണ്ടി ഓടിയില്ലയോ എന്നൊന്നും ആരും തിരക്കാൻ നിൽക്കാറില്ല. പക്ഷേ എല്ലാ വർഷവും കൃത്യമായിട്ട് ഇത്രയും പൈസ സർക്കാരിലേക്ക് അടയ്ക്കണം, സർക്കാരിലേക്കും മറ്റു വകുപ്പിലേക്കും. ഇല്ലേ? ശരിയല്ലേ? ഡ്രൈവർമാരുടെ ജീവിതം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഡ്രൈവർമാരുള്ളതിൻ്റെ പേരിലാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ട്രാഫിക് പോലീസൊക്കെ വന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ട്രാഫിക് പോലീസ് ആയാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നിലനിൽക്കുന്നത്, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് ഡ്രൈവർമാർ ഉള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ ഡ്രൈവർമാരില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖലയുടെ ആവശ്യം വരുന്നില്ല. സർക്കാരിലേക്ക് മാറിയും തിരിഞ്ഞും വരുന്ന ഏത് സർക്കാരായാലും ശരി, സർക്കാരിലേക്ക് നല്ലൊരു തുക സാമ്പത്തികമായിട്ട് വരുന്നതും ഈ ഡ്രൈവർമാരുടെ കാരണമാണ്. ഡ്രൈവർ മേഖല ഉള്ളതിൻ്റെ പേരിലാണ്, അല്ലേ?